രാഷ്ട്രീയമായ തന്ത്രങ്ങളെല്ലാം പരാജയപ്പെട്ടത് കൊണ്ടാണല്ലോ സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥിയുടെ പ്രധാന പാർട്ടിക്കാരും ഈ പ്രചരണം നടത്തുന്നത്. കുറേ ദിവസങ്ങളായി സ്ഥാനാർത്ഥിയുടെ പ്രധാന പാർട്ടിക്കാരായ CPM-ൻ്റെ ജില്ലാതല നേതാക്കന്മാർ പച്ചയ്ക്ക് സമുദായം പറയുന്ന വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിനൊടുവിൽ ഇന്നലെ ഒരു ഊരും പേരും ഇല്ലാത്ത ഒരു നോട്ടീസ് തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷ മേഖലയിലെല്ലാം ഇറക്കിയുണ്ടായി. അല്ല, ഇത് തള്ളിപ്പറയാൻ എളുപ്പമാണല്ലോ. ഇതെന്താണേലും ഈ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് പ്രചരണം നടത്തിയ ആരാന്ന് നാട്ടിലെ വോട്ടർമാർക്കറിയാം. അവരുടെ വീടുകളിൽ കൊണ്ട് കൊടുത്തതാണല്ലോ. അല്ലെ, തള്ളിപ്പറയുന്നത് എളുപ്പമാണ്. പക്ഷേ ഈ രാഷ്ട്രീയ പാപ്പരത്വം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഞങ്ങൾക്കത് കൂടുതൽ ആവേശമാണ്. കാരണം ഞങ്ങൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം അംഗീകരിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഇത്തരം നുണപ്രചരണങ്ങൾ അല്ലെങ്കിൽ അപവാദ പ്രചരണങ്ങളുമായി ഇറങ്ങുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസമേകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. യഥാർത്ഥ ഇടതുപക്ഷം രാഷ്ട്രീയം ആര് മുന്നോട്ട് വെക്കുന്നു, RSP ആണോ CPM ആണോ എന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടും.